അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഷർത്ത് പറയാണ്. ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാമു. എന്താണ്? ഇസ്ലാമാണ്. അയാൾ മുസ്ലിം ആയിരിക്കണം. ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാകണമെങ്കിൽ അയാൾ മുസ്ലിം ആയിരിക്കണം. ഒരു കാഫിറായ ഒരാൾ നിസ്കരിച്ചു, അയാളുടെ നിസ്കാരം ശരിയാവോ? ഒരു കാഫിറായ ഒരാൾ നിസ്കരിച്ചു എന്നുകൊണ്ട് അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല. വൽ കാഫിറു അമലുഹു മർദൂദ്. കാഫിറായ ഒരാൾ ഏത് കർമ്മം ചെയ്താലും അയാളുടെ കർമ്മങ്ങളൊക്കെ തള്ളപ്പെടുന്നതാണ്. അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഖുർആൻ നമുക്ക് കാണാം, മാ കാന ലിൽ മുശ്രികീന അൻ യഅ്മുറു മസാജിദല്ലാഹി ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്ർ ഉലൈക ഹബിതത് അഅമാലുഹും. ചില ആളുകൾ അവര് കുഫർ അംഗീകരിക്കുന്നവരാണ്, അവർ മുശ്രിക്കുകളാണ്, അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോയിരിക്കുന്നു, തകർന്നു പോയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാഫിറായ ഒരാളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്നതിനുള്ള ഒരു തെളിവാണ് വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 17-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിൽ 25-ാമത്തെ ആയത്ത്. അവിടെ അല്ലാഹു പറയുകയാണ്, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. കാഫിറായ ആളുകളുടെ കർമ്മങ്ങൾ അത് അല്ലാഹു പരിഗണിക്കുകയില്ല. അപ്പോൾ കാഫിറായ ഒരാൾ എന്ത് ചെയ്തിട്ടും എന്തില്ല, അയാൾക്ക് ആഖിറത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരാൾ കുടുംബബന്ധം ചേർക്കുന്നു, അയാളുടെ ഉപ്പയോടും ഉമ്മയോടും ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നു, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നു, അതിഥികളെ ആദരിക്കുന്നു, എല്ലാ മനുഷ്യരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. പക്ഷെ ആള് കാഫിറാണ്, മുസ്ലിം അല്ല. അയാൾക്ക് ആഖിറത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടോ? അള്ളാഹുവിൻ്റെ അടുത്ത് എന്തെങ്കിലും കൂലിയുണ്ടോ? ഇല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് കൂലിയൊന്നുമില്ല. എന്നാൽ ദുനിയാവിൽ ചിലപ്പോൾ അയാൾക്ക് മെച്ചങ്ങളുണ്ടാകും. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അതിലേക്ക് സൂചനകൾ നൽകുന്ന ആയത്തുകളും ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരാൾ ദുനിയാവിൽ ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുന്നു, അയാൾ മുസ്ലിം അല്ല എങ്കിലും അയാളുടെ സമ്പത്തിലും അയാളുടെ ആരോഗ്യത്തിലും അയാളുടെ കുടുംബത്തിലും ദുനിയാവിൻ്റെ കാര്യങ്ങളിലൊക്കെ അയാൾക്ക് മെച്ചമുണ്ടാകാം. എന്നാൽ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അയാൾക്കൊന്നും കിട്ടൂല. കാരണം അള്ളാഹു ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ആ കർമ്മം അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കണം. ആ ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ചെയ്യുന്നതായിരിക്കണം. ഈ 2 നിബന്ധനകൾ ഉണ്ടെങ്കിലേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, ഒരു കർമ്മം സ്വീകരിക്കുള്ളൂ. അതല്ല എങ്കിൽ അയാൾ കർമ്മം സ്വീകരിക്കൂല. അപ്പൊ കാഫിറായ ഒരാൾ ഷഹാദത്ത് പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ, അത് അംഗീകരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അയാളുടെ കർമ്മങ്ങൾ എന്താണ്, സ്വീകരിക്കപ്പെടും. കാരണം അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അയാൾ അംഗീകരിച്ചു. അതോടുകൂടി ഇഖ്ലാസാൻ, തൗഹീദാൻ, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അയാളുടെ കർമ്മങ്ങൾ. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതും അയാൾ പ്രഖ്യാപിച്ചു. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ദീനായിട്ട് പഠിപ്പിച്ചെന്നത് അതേ ഞാൻ ദീനായിട്ട് ചെയ്യുകയുള്ളൂ എന്നുകൂടിയാണ് അയാൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അടിവരയിടേണ്ട കാര്യം, മുസ്ലിമായ ഒരാളുടെ കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അത് ഏത് കർമ്മമായാലും. കാഫിറായ ഒരാൾ ഏത് കർമ്മം ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ ആഖിറത്തിൽ അയാൾക്ക് അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഹിദായത്ത് കിട്ടിയെന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ സൗഭാഗ്യമാണ്. നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. നിരന്തരമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എപ്പോഴാണ് നമ്മൾ തെറ്റിപ്പോകുക എന്ന് പറയാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേന്നാണ്. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾ പറഞ്ഞത് സത്യപ്പെടുത്തിയവരാണ് ഞങ്ങൾ, നിങ്ങളെ വിശ്വസിച്ചവരാണ് ഞങ്ങൾ, ഇനിയും ഞങ്ങൾ തെറ്റിപ്പോകുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ് നിങ്ങളുടെ ഹൃദയമുള്ളത്.
യുഖല്ലിബുഹ കൈഫശാ. അള്ളാഹു അതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം ഈ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഷർത്ത് എന്താണ്? നിസ്കാരം ശരിയാണെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് എന്താണ്? അൽ ഇസ്ലാമു, അയാൾ മുസ്ലിം ആയിരിക്കണം. ഇസ്ലാമിൻ്റെ ഓപ്പോസിറ്റാണ് കുഫ്ർ, മുസ്ലിം. അതിൻ്റെ വിപരീതമാണ് കാഫിർ. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന നിസ്കാരം ശരിയാകണമെങ്കിൽ അയാൾ മുസ്ലിം ആയിരിക്കണം.